ഏതൊക്കെ രീതിയിലുള്ള EV ചാർജേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു അവയർനെസ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു 5 കിലോവാട്ട് സിസ്റ്റം കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ 5 കിലോവാട്ടിന് ഇൻവെർട്ടറും 5 കിലോവാട്ടിൻ്റെ ബാറ്ററിയും ആണ് വെച്ചിരിക്കുന്നത്. ലിഥിയം ഫെറോഫോസിറ്റ് ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. ഇൻവെർട്ടറിനും ബാറ്ററിക്കും 10 years വാറണ്ടി ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള EV ചാർജേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു അവയർനെസ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് 5 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. നമുക്ക് ഇതുപോലെ തന്നെ 3.6 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറിൻ്റെ താഴെയുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ 10, 12, 15 അങ്ങനെ മുകളിലോട്ട് 3 ഫേസ് നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഇതാണെങ്കിൽ നമുക്കിപ്പം 5 കിലോവാട്ടിൻ്റെ പാനലും 5 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറും 5 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 6000 സൈക്കിളുള്ള ഡെയിയുടെ ബാറ്ററിയാണ്. അതുപോലെ തന്നെ അപ്പം എന്താണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇനി ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഏത് രീതി നമുക്കിത് ഉപകാരപ്രദമാവും എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറി വരുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അറിഞ്ഞു. ഒക്ടോബർ കഴിയുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള ചേഞ്ചസും വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഓഫ് ഗ്രിഡ് ആയിട്ട് റൺ ചെയ്യുന്നതിൽ നമുക്ക് എങ്ങനെ ഈ സിസ്റ്റം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പറയുന്നത്. എസ്പെഷ്യലി ഒരു EV ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അത് പ്രയോജനകരമാക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടിരുന്നു എൻ്റെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് അതാണ് നമുക്ക് 15 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള സിസ്റ്റം ഇൻക്ലൂഡിങ് ജനറേറ്ററുള്ള സെറ്റപ്പിൻ്റെ കാര്യം ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് നിങ്ങൾ നോക്കിയാൽ മതിയാവും. എന്തായാലും ഞാൻ ഇതിൻ്റെ പാനൽസ് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു ഹൈ റൈസ് സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വിൻഡി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് കൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റമർക്ക് ഗ്രൗണ്ട് മൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പല ആൾക്കാരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വെച്ച് ഓഫ് ഗ്രിഡ് മോഡ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എന്തായിരിക്കും അതിൻ്റെ നമുക്ക് എത്ര കപ്പാസിറ്റി ഉള്ള ചാർജറുകൾക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ആദ്യമേ 3.6 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ 3.6 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണെങ്കിൽ സാധാരണ 3.6 കിലോവാട്ടിൻ്റെ പാനലും ഒരു 5 യൂണിറ്റ് സ്റ്റോറേജിൻ്റെ ബാറ്ററി ആയിരിക്കും വെക്കുന്നത്. അത് KCB കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഈ ഓല, എയ്ത്തർ അതുപോലുള്ള ചെറിയ ചാർജേഴ്സ് നമുക്ക് ഇപ്പോൾ 2 കിലോവാട്ട് ഉള്ള സംഭവങ്ങൾ ചാർജർ വെച്ച് നമുക്ക് അത് കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഒരു 5 കിലോവാട്ടിൻ്റെ ചാർജർ വെച്ചിട്ട് വേറെ അതർ ലോഡുകളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ടിയാഗോ പോലത്തെ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്ന ചെറിയ ചാർജറുകൾ അതായത് 3.3 കിലോവാട്ടിൻ്റെ ചാർജർ വെച്ച് നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. വേറെ അതർ ലോഡുകളൊന്നും ഇല്ലാത്ത സമയത്ത് കംപ്ലീറ്റ്ലി സോളാർ പാനലിൽ നിന്നും ബാറ്ററി സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ EV ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് വേണം അത് കണക്ട് ചെയ്യാൻ. ഗ്രിഡ് കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ അത് പ്രോബ്ലം ഇല്ലാതെ എടുത്ത് വർക്ക് ചെയ്തോളും. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ചാർജറുകൾ ഇപ്പോൾ 7 കിലോവാട്ടിൻ്റെ സിംഗിൾ ഫേസ് ഉണ്ട്. നമുക്ക് ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അത് സിംഗിൾ ഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ഫേസിൽ നമുക്ക് 7 കിലോവാട്ടിന് മുകളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 25 കിലോവാട്ടിന് ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിംഗിൾ ഫേസ് 7 കിലോവാട്ടിൻ്റെ ചാർജർ വെച്ച് നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു 3 ഫേസ് ഇപ്പോൾ 15 കിലോവാട്ടിൻ്റെ ചാർജറായി യൂസ് ചെയ്യുന്നെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ 15 കിലോവാട്ടിൻ്റെ 3 ഫേസ് ഇൻവെർട്ടർ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറിയ കപ്പാസിറ്റി കൊണ്ട് നമുക്കതിൻ്റെ നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും ഗ്രിഡ് കണക്ട് ചെയ്യാൻ നമുക്ക് 4 കണ്ടീഷൻ ഉണ്ട്. KCB കറണ്ട് വേണം, അതുപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിൻ്റെ വിത്തിൻ്റെ റേഞ്ചിൽ വരണം, ഫ്രീക്വൻസി വിത്തിൻ്റെ റേഞ്ചിൽ വരണം, അതുപോലെ തന്നെ 3 ഫേസ് ആണെങ്കിൽ 6 വൈബി പ്രോപ്പർ സീക്വൻസി വരണം. ഇങ്ങനെ 4 കണ്ടീഷൻ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ചാർജറിൻ്റെ കേസിലും വരുന്നത്. ഈ 4 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാർജറും ഗ്രിഡിനെ സോഴ്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ അത് തുടങ്ങുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കട്ടായിട്ട് നിൽക്കും. അപ്പം ഇൻവെർട്ടറിന് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ EV ചാർജറുകൾക്കും അതുപോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ
ഈ ഇൻവെർട്ടർ ആണെങ്കിലും ഗ്രിഡ് സൈഡിലുള്ള സംഭവം വർക്ക് ചെയ്യത്തുള്ളൂ, അതുപോലെ തന്നെ ചാർജർ ആണെങ്കിലും ഈ പറഞ്ഞ സോഴ്സ് സൈഡ് എടുത്തിട്ട് അത് ചാർജ് ചെയ്ത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം പോകുന്ന സാഹചര്യങ്ങളിൽ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം കൂടുതലായിട്ട് വരുമ്പോൾ ഇപ്പൊ നിലവിലുള്ള സിറ്റുവേഷൻ അറിയാലോ, ഈ പോളിസി സംബന്ധമായിട്ടുള്ള കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഒക്ടോബറൊക്കെ ആകുമ്പോൾ വരുമെന്ന്. അതുപോലെ തന്നെ പോളിസി ബേസ് അല്ലാതെ ടെക്നിക്കൽ ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതായത് നമ്പർ ഓഫ് സിസ്റ്റംസ് കൂടുമ്പോഴത്തേക്ക് ഈ സിസ്റ്റം അൺബാലൻസ് ആവും, ഗ്രിഡ് അൺബാലൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് എന്താണ് ഇൻവെർട്ടറോ ഇല്ലെങ്കിൽ ചാർജറോ സോഴ്സ് ആയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം, ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമ്മൾ എസ്പെഷ്യലി കേരളത്തിലുള്ള ആൾക്കാർ നമ്മുടെ അതർ മീൻസ് ഓഫ് എന്താണ് ചാർജിങ് മെത്തേഡ്സ് നോക്കേണ്ടി വരും. അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ട് EV ചാർജ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ 5 കിലോവാട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താണ് 3.3 കിലോവാട്ടിന് ചാർജർ ഉണ്ടെങ്കിൽ ഒരു 5 കിലോവാട്ടിന് ഇൻവെർട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. 11 കിലോവാട്ടിനാണെങ്കിൽ ഒരു 15 കിലോവാട്ടിന്റെ സിസ്റ്റം വെച്ച് 15 കിലോവാട്ട് പാനൽ, 15 കിലോവാട്ട് ഇൻവെർട്ടർ, 15 കിലോവാട്ടിന്റെ ബാറ്ററി, ഇല്ല 20 യൂണിറ്റ് സ്റ്റോറേജിന്റെ ബാറ്ററി. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ എന്തായാലും EV ചാർജ് ചെയ്യുന്ന സമയത്ത് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും ഡേ ടൈമിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നോക്കുക. കാര്യം അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. കാര്യം പോളിസി ഇപ്പം നിലവിലുള്ള ആ ഒരു ഡ്രാഫ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അധികം ചാർജ് ഡിഫറൻസ് പീക്ക് അവറിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഡേ ടൈമിൽ EV ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഹൈബ്രിഡ് സിസ്റ്റം വെക്കുന്നതിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈവൻ കറണ്ട് ഇല്ലാത്ത സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 കിലോവാട്ട് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഈ പറഞ്ഞ 5 കിലോവാട്ട് ആണെങ്കിൽ നമുക്ക് 3.3 കിലോവാട്ട് കണക്ട് ചെയ്യാം. 15 കിലോവാട്ട് ആണെങ്കിൽ 11 കിലോവാട്ടിന്റെ ഇത് ചെയ്യാം. പക്ഷെ 7 കിലോവാട്ടിന്റെ ചാർജർ ആണെങ്കിൽ നമുക്ക് 25 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കഴിയുന്നതും 7 കിലോവാട്ടിന്റെ ചാർജർ ചൂസ് ചെയ്യാതെ 11 കിലോവാട്ടിന്റെ ചാർജർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 കിലോവാട്ടിൽ കംപ്ലീറ്റ് ഉള്ള റിക്വയർമെന്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് കൺവേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചിരുന്നു, അതാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്.